ഹായ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു പ്രത്യേകത, അതായത് ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാം. നെക്സ്റ്റ് ഫോളോസ് normal mu sigma square define z equal to x minus mu by sigma by changing the variable. നമ്മൾ ചേഞ്ചിങ് വേരിയബിളൊക്കെ നമ്മൾ പഠിച്ചതാണ്. z equal to x minus mu by സിഗ്മ. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്, 1/√2π സിഗ്മ e raised to minus 1/2 x minus mu by sigma all square. എക്സ് മൈനസ് മ്യൂനെയാണ് നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മനെയാണ് z എന്നാക്കിയിട്ട് എടുത്തത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി സെഡ് ആണ്. ഓക്കെ, അപ്പം ഡി എക്സ് ബൈ ഡി സെഡ് ആണ് ഡി സെഡ് ബൈ ഡി എക്സിൻ്റെ റെസിപ്രോക്കൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 എന്താണ് റൂട്ട്. അപ്പോൾ 1 നമുക്ക് അതിന് പകരം എന്ത് ചെയ്യുക, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് പകരം നമുക്ക് സെഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് സെഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ റേസ്റ്റ് മൈനസ് 1/2 സെഡ് സ്ക്വയർ ഇൻറ്റു അല്ലേ, ഇവിടെ 1/√2π സിഗ്മ എന്നുണ്ടാവും. ഈ റേസ്റ്റ് മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ 1/2 സെഡ് സ്ക്വയർ ഇൻറ്റു ഡി സെഡ് ബൈ ഡി എക്സ് എന്താ നോക്കാം നമുക്ക്. ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയല്ലേ. അപ്പോൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 1/z എന്നായിരിക്കും, 1/സിഗ്മ എന്നായിരിക്കും. അപ്പോൾ ഡി എക്സ് ബൈ ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു സിഗ്മ എന്ന് വരും, ഇൻറ്റു സിഗ്മ. അപ്പോൾ ഈ സിഗ്മയും ക്യാൻസലായിട്ട് 1/√2π ഇൻറ്റു ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2. സെഡിൻ്റെ വാല്യൂ എക്സും ഇൻഫിനിറ്റി ആകുമ്പോൾ സെഡ് ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് എന്ത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഇഫ് ഇറ്റ്സ് PDF ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/√2π e raised to minus z square by 2. ഇതും വ്യത്യാസമൊന്നുമില്ല, നോർമൽ തന്നെയാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മ്യൂക്ക് പകരം ഇവിടെ 0 ആണുള്ളത്. സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1 ആണ്. അപ്പോൾ ഇങ്ങനെ ഇതാ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ഫോളോ അല്ലെങ്കിൽ സെഡ് ടു ബി എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഇഫ് ഇറ്റ്സ് PDF ഈസ് ഗിവൺ ബൈ അത് എഴുതുക, എഫ് ഓഫ് സെഡ് എഴുതുക, ആൻഡ് ദി കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, here mean equal to 0 and variance is 1. Okay, it can write that z follows normal 0 1 ഇങ്ങനെ എഴുതുന്നത്. z follows normal 0 1 mean 0 variance 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്താണ് നേരെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി സെഡിനെ വേരിയബിളിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ആണ് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മീൻ 0 ആണ്, വേരിയൻസ് 1 ആണെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി വരും അതിൻ്റെ MGF എന്താണെന്നുള്ളതാണ്. അപ്പോൾ MGF എന്താണെന്ന് നോക്കാം നമുക്ക്. MGF MX of t MZ of t ആണ് കാണേണ്ടത്. MZ of t എന്ന് പറഞ്ഞാൽ
എന്താണ് എം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഓഫ് ടി. നമുക്ക് എം ജി എഫിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ എഴുതിയാണ്. ഇതിനെ നമുക്ക് ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഡിവൈഡഡ് ബൈ സിഗ്മ എം എക്സ് ഓഫ് ടി ബൈ സിഗ്മ എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിന് മുമ്പ് എം ജി എഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ പറയുന്നുള്ള കാര്യമാണ് ഇ റേസ് ടു മൈനസ് മ്യൂ ടി. ഇതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എഴുതിയാൽ മതി നമുക്ക്. ഇ റേസ് ടു മൈനസ് മ്യൂ ടി ബൈ സിഗ്മ. നമുക്കറിയാം ടി ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് മ്യൂ ടി എന്താണ് പ്ലസ് 1/2 ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ടീൻ്റെ പ്ലേസിൽ ടി ബൈ സിഗ്മ ഉണ്ടായതുകൊണ്ട് ഇ റേസ് ടു മൈനസ് മ്യൂ ടി ഇൻറ്റു എന്താണ് ഇ റേസ് ടു മൈനസ് എം ജി എഫ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മ്യൂ ടി പ്ലസ് എന്നല്ലേ ബൈ സിഗ്മ പ്ലസ് 1/2 ടീൻ്റെ പകരം ടി ബൈ സിഗ്മ ഉണ്ടായതുകൊണ്ട് മ്യൂ ടി ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ടി ബൈ സിഗ്മ 1/2 എന്താണ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്നാണ്. ഇവിടെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്നും കൂടി ഉണ്ടാവും. ടി ബൈ സിഗ്മയാണ്. അപ്പോൾ അവിടെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയറും ക്യാൻസലായി പോവും. ബാക്കി ഉണ്ടാവുക 1/2 ടി സ്ക്വയർ ആണ്. ഇ റേസ് ടു മൈനസ് മ്യൂ ടിയും ഇ റേസ് ടു മ്യൂ ടി പ്ലസ് സിഗ്മയും അത് ക്യാൻസലായി പോയിട്ട് ബാക്കി ഉണ്ടാവുക എന്താണ് ഇ റേസ് ടു ടി സ്ക്വയർ ബൈ 2 എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എം ജി എഫ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ മീഡിയനും മോഡൊക്കെ കാണുന്നത്, മീഡിയൻ കാണുന്നത്. അപ്പോൾ മീഡിയൻ എന്താണെന്ന് നോക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ഇസ് ദാറ്റ് വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ സച്ച് ദാറ്റ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ വാല്യൂ. അപ്പോൾ എന്താണ് -∞ മുതൽ ആ മീഡിയൻ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവണം? 1/2 ആവണം. അതിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മീഡിയൻ എന്ന് പറയുന്നത് സെൻട്രലാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ഏരിയയും ഇപ്പുറത്തുള്ള ഏരിയ ഈക്വൽ ആവണം. അപ്പോൾ പകുതിയും വരണം 1/2 -∞ ടു എം ആ മീഡിയം വരെയുള്ള വാല്യൂ. ഇവിടെയാണ് എം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് 1/2. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? എഫ് ഓഫ് എക്സ് അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് -∞ ടു ഇൻഫിനിറ്റി 1/√2 പൈ സിഗ്മ ഇ റേസ് ടു -1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഡി എക്സ്. നേരെ ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് നമ്മൾ സെഡ് കൊടുക്കുന്നു. മ്യൂ ആണ്. സെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഡി സെഡ് എന്ന് വരും. ഇത്രയല്ലേ ഉള്ളൂ. ഇനി അത് എഴുതാം ഇവിടെ. അപ്പോൾ സിഗ്മയൊക്കെ ക്യാൻസലായി പോയിക്കോളും. അപ്പോൾ -∞. അപ്പോൾ നോക്കട്ടോ, സെഡിന് എക്സിന് -∞ കൊടുത്താൽ സെഡ് എന്താവും? -∞ തന്നെയാവും. എക്സിന് എം കൊടുത്താൽ സെഡ് എന്താവും? എം മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാവുക. എം മൈനസ് മ്യൂ ബൈ സിഗ്മ. പിന്നെന്താണ് 1/√2 പൈ സിഗ്മയൊക്കെ ക്യാൻസലായി പോയിക്കോളും. ഇ റേസ് ടു സെഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ്. ഓക്കെ, ഈക്വൽ ടു 1/2. ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ രൂപത്തിലാണ്. സ്റ്റാൻഡേർഡ് നോർമൽ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ നേരത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മീൻ ആയിരുന്നു അതിൻ്റെ ആ മിഡ് പോയിൻ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂവിലാണ് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് വരിക. ഇവിടെ മ്യൂ ഈക്വൽ ടു 0. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട്
എന്താണ് ഇവിടെ ഇതിൻ്റെ കേവ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സെഡ് എന്ന് പറയുന്നത് 0-ലായിരിക്കും അതിൻ്റെ മാക്സിമം പോയിൻ്റ് വരിക. ഓക്കെ, അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് 0-ലായിരിക്കും. അപ്പോൾ -∞ ടു ദിസ് ഈക്വൽ ടു 1/2 ആവണമെന്നുണ്ടെങ്കിൽ m - μ/σ എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. m - μ/σ = 0 ഇംപ്ലൈസ് എന്താ? m = μ. m = μ. m = μ എന്ന് പറഞ്ഞാൽ മീഡിയൻ എന്ന് പറയുന്നത് മ്യൂ ആണെന്നർത്ഥം. മീൻ = മീഡിയൻ = മോഡാണ്, നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ മീഡിയനും എന്താണ്? മ്യൂ തന്നെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാക്സിമം പോയിൻ്റ് മ്യൂവിലാണ്, മീനിലാണ്. ഇവിടെ മീൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെത് മീനിലാണ്, മ്യൂവിലാണ്. സ്റ്റാൻഡേർഡ് നോർമലിൽ എന്താണ്? മീൻ എന്ന് പറയുന്നത് 0 ആകുമ്പം എന്താണ് അവിടെ ആ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 0-ലായിരിക്കും കിടക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് അതിൻ്റെ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മോഡ് എന്ന് പറയുന്ന വാല്യൂ f(x) മാക്സിമം ആവുന്ന എക്സിൻ്റെ വാല്യൂ, അതാണ് മോഡ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ മോഡ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ ഹാവിങ് ദി മാക്സിമം പ്രോബിലിറ്റി. ദാറ്റ് ഈസ് ഇഫ് x ഈസ് ദി മോഡ്, f(x) വിൽ ബി മാക്സിമം. മോഡ് ഈസ് ദി സൊല്യൂഷൻ. f' എന്ന് പറയുന്നത് എന്താവണം? 0 ആവുന്നതിൻ്റെ സൊല്യൂഷൻ. ആൻഡ് f'(x) <0 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയാം. ആണല്ലോ, നമ്മൾ മാക്സിമം മിനിമയൊക്കെ പഠിച്ചാൽ. f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2π σ e⁻⁻(1/2x - μ/σ² ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുക ലോഗ് f(x) എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുക. ലോഗരിതം എടുക്കും. ലോഗ് f(x) = ലോഗ് ഇതിനെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആക്കുക c, പിന്നെ പ്ലസ് അല്ലേ, ലോഗ് a/b ലോഗ് a പ്ലസ് ലോഗ് മൈനസ് എന്താണ് ലോഗ് e എന്ന് പറഞ്ഞാൽ ലോഗ് e⁻x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പം -1/2x - μ/σ² എന്ന് കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഫങ്ഷൻ റൂള് f(x) അപ്പം ഇതിൻ്റെ f'(x) എന്നുണ്ടാവും f(x) എന്നുണ്ടാവും അല്ലേ. ലോഗ് f(x)ൻ്റെ 1/x, പിന്നെ f(x)ൻ്റെ ഡിഫറൻഷ്യൽ f'(x) = ലോഗ് c-ൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇനി -1/2 ഇതെന്ത് വരും? 2 × x - μ/σ എന്ന് വരും. 2 × x - μ/σ. 2 × ഒക്കെ ക്യാൻസലായി പോവും. അപ്പോൾ f'(x) എന്ത് വരും? x - μ/σ മൈനസ് എന്നുണ്ടെങ്കിൽ -f(x) എന്ന് വരും. f'(x) = 0 ഇംപ്ലൈസ് അല്ലേ, =0 ഇംപ്ലൈസ് എന്താണ്? x - μ/σ × f(x) = 0. f(x) 0 അല്ല എന്തായാലും. അപ്പോൾ x - μ/σ ആയിരിക്കും 0. അതായത് x - μ/σ = 0 ഇംപ്ലൈസ്, അതായത് ഇംപ്ലൈസ് x - μ = 0. അതായത് x = μ. x = μ-ലാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സൊല്യൂഷൻ. x = μ ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? f'(x) എന്ന് പറയുന്നത് <0 ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അറ്റ് x = μ. അപ്പോൾ f'(x) കാണാം. f'(x) എന്ന് പറയുന്നതാണ്. ഇനി f'(x) കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? f'(x) = ഇതാ ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ ഈ മൈനസ് എന്തെടുക്കാം? 1/σ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ -1/σ എന്ന് ഔട്ട്സൈഡ് എടുക്കാം. -1/σ സ്ക്വയർ ഉണ്ടല്ലേ, ഇവിടെ സ്ക്വയർ ഉണ്ടാവും. -1/σ². പിന്നെ
ബാക്കിയുള്ളതിനെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എന്താണ് ആദ്യം ഇതിൻ്റെ ഡിഫറൻഷ്യൽ പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഇനി എക്സ് മൈനസ് മ്യൂ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്തായി അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂവിൽ, അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ ഇതൊന്ന് ചെയ്ത് നോക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂവിൽ എഫ് ഓഫ് എക്സ് എന്താവും നോക്കുക ആദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ, എക്സ് ഈക്വൽ ടു മ്യൂവിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1/√2 പൈ സിഗ്മ ഇ റേസ്റ്റ് മൈനസ് 1/2 എക്സ് മ്യൂ അല്ല, മ്യൂ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് 0 ആയി പോവും. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? 1/√2 പൈ സിഗ്മ എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോക്കി നോക്കാം നമുക്ക്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1/സിഗ്മ സ്ക്വയർ എന്താണ് 1/√2 പൈ സിഗ്മ എന്താ പ്ലസ് എക്സ് മൈനസ് മ്യൂ എന്നാ വരുന്നത്. എക്സ് മൈനസ് മ്യൂ പറയുമ്പോൾ 0 ആവും. മ്യൂ മൈനസ് മ്യൂ 0 ആവും. അപ്പോൾ 0. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഉണ്ടാവുള്ളൂ. -1 എന്താണ് √2 പൈ സിഗ്മ ക്യൂബ്. സിഗ്മ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. √2 പൈ എന്ന് പറയുന്നതും നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്തായാലും, മൈനസ് എന്നല്ലേ. അപ്പോൾ <0 ആണ്. therefore എന്താണ് മോഡ് ഈക്വൽ ടു മ്യൂ. അപ്പം മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. ഓക്കെ അല്ലേ? ഇനി നോക്കാം ഇതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒന്ന് കാണാം നമുക്ക്. ക്വാർട്ടൈൽ ഡീവിയേഷനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദറ്റ് എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മയാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്കറിയാം. Q1ഉം Q2ഉം Q3 ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തായിരിക്കും? Q1 എന്താണ്? For Q1 and Q3 can be determined by solving the equations -∞ മുതൽ Q1 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുക ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 0.25 അല്ലേ? 4. ഇപ്പോൾ നമുക്കറിയാം എന്താണ് Q1ഉം Q3യും ഒക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനെ 4 ഭാഗമാക്കുക അല്ലേ? അങ്ങനെ ആയിട്ടുള്ളൂ. 4 ഈക്വൽ പാർട്സ് ആക്കുമ്പം നാല് ഈക്വൽ ഏരിയ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ ഡിവൈഡ് ചെയ്യുന്ന 3 പോയിൻ്റ് Q1 Q2 Q3 ഇങ്ങനെയാണ്. അപ്പോൾ ഈ Q1 എന്ന് പറയുന്നത് ഇവിടെ 0.25 ഉണ്ടാവും, ഇവിടെ 0.25 0.25 0.25 അല്ലേ? Q3 എന്ന് പറയുന്നത് -∞ മുതൽ Q3 വരെ അറിയുമ്പോൾ 0.75 ഏരിയ കവർ ചെയ്യും Q3 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് Q1 നമുക്ക് കാണുന്നത് -∞ മുതൽ Q1 എഫ് ഓഫ് എക്സ് ഡി എക്സ് 0.25 ആണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് അതേപോലെ Q3 കാണുന്നുണ്ടെങ്കിൽ -∞ ടു Q3 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0.75 ആണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പം എന്താണ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നാവും. നമുക്കറിയാം പിന്നെ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മനെ അതാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സ്റ്റാൻഡർഡൈസിങ് അപ്പം -∞ ടു അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു Z1 അല്ലേ? നമ്മൾ ആ Q3 നമ്മൾ നേരത്തെ എഴുതി ഓർമ്മല്ലേ? Z1 അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതി നോക്കുക. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക? ആ എക്സിന് Q3 കൊടുക്കുമ്പോൾ Q3 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് Z1 എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നാവും. ഇതല്ല 0.25. ഓക്കെ, അപ്പോൾ -∞ മുതൽ നമ്മൾ ഏരിയൻ്റെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ 0 ആണ്.
അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ പിന്നെന്താണ് പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സീറോ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ എന്ന് പറയുന്നത് 1/2 ആണ്. ഇതന്നെയാണ് ഇതിൻ്റെ മീനിങ് തന്നെയാണ്. മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 1/2 ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഡി സെഡ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടാലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ PDF-ൻ്റെ കാര്യം പ്രോപ്പർട്ടീസിലൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടുന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ 1 ആയിരിക്കും. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി മുതൽ എന്താണ് 0.25 കിട്ടണമെന്നുണ്ടെങ്കിൽ Z1 എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഒന്നല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എന്താണ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ Z ലെസ് ദാൻ Z1 ഈക്വൽ ടു 0.25. ആ Z1-ൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. Z1 എന്ന് പറയുന്നത് എന്താണ്? Z1 ഈക്വൽ ടു വാട്ട് Q1 മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ടേബിൾ. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഉള്ളതാണ് 1/2 എന്ന് പറയുന്നത്. ഓക്കെ, 1/2 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ടേബിളിലുള്ളത് സ്റ്റാൻഡേർഡ് ടേബിളിൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാൻഡേർഡ് ടേബിൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ടേബിൾ നിങ്ങൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ്. 0 to Z വരെയുള്ള പ്രോബബിലിറ്റിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 0 to Z വരെയുള്ള പ്രോബബിലിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 0 to Z വരെയുള്ള പ്രോബബിലിറ്റി ഇതിൽ കൊടുക്കുക എന്ന് പറയുമ്പം നമുക്ക് എന്താ വേണ്ടത്? അതായത് നോക്കിക്കോ, ഈ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ Z1 എന്ന് പറയുന്നത് അങ്ങനെയല്ലേ വരുന്നത്. അപ്പം ഇവിടെ ഒരു പിക്ചർ വരക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണം. Z1 എന്ന് പറയുന്നത് 0ൻ്റെ താഴെ ആയിരിക്കും എന്തായാലും. കാരണം എന്താ വെച്ചാൽ 0.25 വരെയുള്ളൂ വരുന്നത്. അപ്പോൾ Z1 എന്ന് പറയുന്നത് ഇവിടെയാണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 ഈ ഇവിടുന്ന് ഇപ്പോൾ എന്താണ് ഇതേ ദൂരമായിരിക്കും എന്ത് Z2-ക്കുള്ളത് Z3-ക്കുള്ളത് 0 to 3. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇപ്പോൾ ഇവിടെ Z1 ഇവിടെയും Z1 ഇവിടെ മൈനസ് Z1 ആണെങ്കിൽ ഇവിടെ Z1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു -1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ശരിക്കും നോക്കണം. -1ഉം 1ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുന്ന് 1 വരെയുള്ള പ്രോബബിലിറ്റി തന്നെയായിരിക്കും 0 to. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1 എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ Z ലെസ് ദാൻ 0 എന്ന് പറയുന്നതും സെയിം ആണ്, ഈക്വലാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത് എഴുതിയാലും ഓക്കെ ആണ് എന്നർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ Z1 നമ്മൾ പറഞ്ഞു ഇതാണ് Z1 എന്ന് പറയുന്നത്. മൈനസ് നമ്മൾ എഴുതുന്നില്ല, അത് Z1 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? Z1 എന്ന് പറയുന്നത് Q1 മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. അപ്പോൾ ഇവിടെ Z1 വരെയുള്ളതും കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പ്രോബബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ Z1-ൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ Z1-ൻ്റെ വാല്യൂ കിട്ടിയിട്ട് അതിന് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഇവിടുന്ന് -∞ മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇത്രയും ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.25 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് -∞ ലെസ് ദാൻ Z ലെസ് ദാൻ 0 അല്ലേ? ഇവിടുന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റിന്ന് ഇവിടുന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റി കുറച്ചാൽ പോരെ. മൈനസ് പ്രോബബിലിറ്റി ഓഫ് എന്താണ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ Z1.
ഈക്വൽ ടു ആണ് എന്തെന്ന് പറയുന്നത് 0.25 എന്ന് പറയുന്നത്. 0.25 എന്ന് പറയുന്നത് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൽ Z1ൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നോക്കിയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം 0.5 ആണ് മൈനസ്. ഓക്കെ, ഈ 25നെ അങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അപ്പോൾ എന്താവും? ഇത് അങ്ങോട്ട് പോകുമ്പം 0.25 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1. അതായത് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1 എന്ന് പറയുന്നത് 0.25 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഴുതിയിട്ടുള്ളത്. ലോജിക്ക് വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരെ ഉള്ളത് തന്നെയായിരിക്കും ഇതുവരെ ഉള്ളതെന്ന് പറയുമ്പോൾ 0.25 തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ Z1 0 മുതൽ Z1 വരെയുള്ള പ്രോബബിലിറ്റിയാണ് 0.25. അപ്പോൾ 0.25 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഇതിലുണ്ടോ എന്ന് നോക്കുക. ആ പ്രോബബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് Z വാല്യൂ ഇപ്പോൾ ഇവിടെ നോക്കിയോ നിങ്ങൾ? Z വാല്യൂ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 0.25 വേണം. 0.25 എന്ന് പറയുന്ന വാല്യൂ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, നോക്കുക. ഇവിടെയാണ് 0.2486 ഉണ്ട്, 2.251. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും എന്ത് പ്രോബബിലിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. ഇങ്ങോട്ട് നോക്കുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 0.6. ഇനി ഇങ്ങനെ അങ്ങോട്ട് നോക്കുക, എന്താണ് ഇവിടെ 0.7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഓക്കെ, 0.67 ഏറ്റവും അടുത്തുള്ള വാല്യൂ ഏതാണെന്ന് നോക്കിയാലും മതി. 86 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 4ൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആകുമ്പോൾ 180 കൂടുതൽ പോയി. അപ്പോൾ നമുക്ക് ഇത്ര മതി. അതായത് ഇത് നേരെ 0.67 എന്ന് മതി നമുക്കപ്പോൾ. എന്താണ് Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് Z1 എന്ന് പറയുന്നത് എന്താണ്? Q1 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.67. ശരിക്കുള്ള വാല്യൂ 67 അല്ല. വലിയ ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6745 എന്നുള്ള വാല്യൂ ഒക്കെ തൽക്കാലത്തിന് നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ 67 എന്നുള്ളൂ. 0.67 ആണ്, 0.67. അപ്പോൾ നമുക്കറിയാം Z1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് മൈനസ് 0.67 എന്ന്. ഇനി അങ്ങനെയാണെങ്കിൽ Z3ൻ്റെ വാല്യൂ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അടുത്തതും ഇങ്ങനെയല്ലേ വരുന്നത്? 0 to മൈനസ് ഇൻഫിനിറ്റി ടു Z3 f of Z dz ഈക്വൽ ടു 75. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ചർ വരക്കുമ്പോൾ 75 എന്ന് പറയുന്നത് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏതുവരെ വരും? ഇവിടെ ഇതുവരെ വരും Z3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് Z3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? 0 മുതൽ Z3 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.25 എന്ന് നമുക്കറിയാം. 0.25 ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ Z3 എന്ന് പറയുന്നത് Q3 മൈനസ് മ്യൂ ബൈ സിഗ്മ, അതെന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? 0.67. ഇവിടെ നെഗറ്റീവാണ് ഈ ഭാഗത്തുണ്ടാവുക. Z1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, അപ്പുറത്തുണ്ടാവുക എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി നമുക്ക്? Z3 കിട്ടി, Z1 ഒക്കെ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് Q3യും Q1 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് Q1 കാണുക, ഇംപ്ലൈസ് Q1 ഈക്വൽ ടു എന്താണ്? മ്യൂ മൈനസ് 0.67 സിഗ്മയും Q3 ഈക്വൽ ടു എന്താണ്? മ്യൂ പ്ലസ് 0.67 സിഗ്മയും. ഇത്രയേ ഉള്ളൂ. ഇനി അതെന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q2 ചെയ്യുക.
അപ്പോൾ Q1 മൈനസ് മ്യൂ മൈനസ് മ്യൂവും ക്യാൻസലായി പോകും. ബാക്കി ഉണ്ടാവുക എന്താണ് 2 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു 0.67 സിഗ്മ ബൈ 2 എന്ന് വരും. അതായത് 0.67 സിഗ്മ. 0.67 സിഗ്മ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് എഴുതാം 2/3 സിഗ്മ എന്ന് എഴുതാം. അതായിരിക്കും നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസിൽ എഴുതി വെച്ചിട്ടുള്ളത് 2/3 സിഗ്മ. ഓക്കെ, തൽക്കാലത്തിന് ഇത്രയും മതി. നോക്കുക, ഈ ഏരിയേൻ്റെ ഭാഗം നന്നായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.